കോഴിക്കോട് മുക്കത്ത് ഗതാഗത നിയമങ്ങൾ കാറ്റിൽ പറത്തി വിദ്യാർത്ഥികളുടെ ഇരുചക്ര യാത്ര. അപകടകരമാം വിധം ഹെൽമറ്റ് ഇല്ലാതെയും കൃത്യമായി റോഡ് സുരക്ഷാ മാനദണ്ഡങ്ങൾ പാലിക്കാതെയുമാണ് വിദ്യാർത്ഥികൾ യാത്ര ചെയ്തത്. വിവരങ്ങൾ അഭിന പി ചിറക്കൽ നൽകും. അഭിന, എങ്ങനെയാണ് ഈ ഒരു സംഭവം? എന്താണ് ഇനിയും ആളുകൾ ഇത് പഠിക്കാത്തത്? കാളിദാസ്, കോഴിക്കോട് ജില്ലയെ സംബന്ധിച്ചിടത്തോളം കഴിഞ്ഞ കുറച്ച് ദിവസങ്ങളായിട്ട് ഈ നിയമങ്ങൾ കാറ്റിൽ പറത്തുന്നത് തന്നെയാണ് കണ്ടുകൊണ്ടിരിക്കുന്നത് എന്നുള്ളതാണ്. പല വിദ്യാർത്ഥികളാണ് കൂടുതലായും ഈ ഒരു പ്രദേശത്ത് ഇപ്പോൾ നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്ന ഈ ഒരു ദൃശ്യം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ മുക്കം ചാത്തമംഗലടുത്തുള്ള കള്ളന്തോട് കോളേജിന് സമീപത്ത് നിന്നുള്ള ദൃശ്യമാണ് ഇപ്പോൾ നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. ഈ കോളേജ് വലതുഭാഗത്താണുള്ളത്. അതായത് മുക്കത്ത് നിന്നും മണാശ്ശേരി ഭാഗത്തേക്കാണ് വിദ്യാർത്ഥികൾക്ക് പോകേണ്ടത്. ഈ ഭാഗത്തേക്ക് പോകുന്നതിനായി വിദ്യാർത്ഥികൾ വലതുവശത്ത് നിന്ന് ഇടതുവശത്തേക്കാണ് വിദ്യാർത്ഥികൾക്ക് പോകേണ്ടത്. ഈ പോകേണ്ട സമയത്ത് ഈ വിദ്യാർത്ഥികൾ പാലിക്കേണ്ടുന്ന കുറച്ച് കാര്യങ്ങളുണ്ട്. പക്ഷേ അതൊന്നും തന്നെ ശ്രദ്ധിക്കാതെ, ഇരുവശത്തേക്കും ശ്രദ്ധിക്കാതെ ഈ വാഹനം പെട്ടെന്ന് എടുക്കുന്ന ഒരു കാഴ്ച തന്നെയാണ് കാണുന്നത്. എന്തുകൊണ്ടോ ആളുകൾ ഇത് കണ്ട് നിർത്തി, ഈ വിദ്യാർത്ഥികൾക്കായി നിർത്തിയിട്ട് ഈ വിദ്യാർത്ഥികൾ ക്രോസ് ചെയ്യുന്നത് വരെയാണ് ആളുകൾ അതുവരെ അവിടെ വെയിറ്റ് ചെയ്ത് നിന്നത് എന്നുള്ളത് എടുത്തു പറയേണ്ട ഒരു കാര്യം തന്നെയാണ്. പിന്നീട് ഈ മൂന്ന് വിദ്യാർത്ഥികളും മുന്നോട്ട് സഞ്ചരിച്ച് കട്ടാങ്ങൽ എത്തുന്നത് വരെയാണ് വിദ്യാർത്ഥികൾ ഈ ഇത്തരത്തിൽ ഹെൽമെറ്റ് പോലും ഇല്ലാതെ ഈ മൂന്ന് വിദ്യാർത്ഥികൾ പോയത്. പിന്നീട് ഈ താഴെ കട്ടാങ്ങൽ എത്തുന്നതിന് തൊട്ട് മുൻപ് ഒരു വളവുണ്ട്. ഈ വളവിനോട് ചേർന്ന് മറ്റ് 6 വിദ്യാർത്ഥികൾ 2 ബൈക്കുകളിലായി, ഒരു ബൈക്കിൽ 3 വിദ്യാർത്ഥികളും കൂടാതെ മറ്റൊരു ബൈക്കിൽ 2 വിദ്യാർത്ഥികളുമായി ഇത്തരത്തിൽ 3 വിദ്യാർത്ഥികൾ 3 ബൈക്കിലായിട്ടാണ് വന്നിട്ടുള്ളത്. ഈ വിദ്യാർത്ഥികളുടെ ആരും തന്നെ ഹെൽമെറ്റ് ധരിച്ചില്ല എന്നുള്ളത് എടുത്തു പറയേണ്ട ഒരു കാര്യം തന്നെയാണ്. കൂടാതെ ഈ വളവിൽ വെച്ച് ഈ വിദ്യാർത്ഥികൾ 3 ബൈക്കിലായി ഒരു ബൈക്കിൽ 3 പെൺകുട്ടികൾ, ഈ 3 പെൺകുട്ടികളും ഹെൽമെറ്റ് ധരിച്ചില്ല. മറ്റ് 2 ബൈക്കുകളിലായി ഒരു ബൈക്കിൽ 3 ആൺകുട്ടികളും മറ്റൊരു ബൈക്കിൽ 2 ആൺകുട്ടികളുമാണ്. ഇത്തരത്തിൽ 7 വിദ്യാർത്ഥികളും ഹെൽമെറ്റ് ധരിച്ചില്ല എന്നുള്ളത് എടുത്തു പറയേണ്ട ഒരു കാര്യം തന്നെയാണ്. കൂടാതെ ഈ വളവിലെത്തിയപ്പോൾ ഈ വിദ്യാർത്ഥികൾ ഈ ബൈക്ക് സ്ലോ ചെയ്ത് അവിടെ നിന്ന് സംസാരിക്കുന്നതും നമുക്ക് ദൃശ്യങ്ങളിൽ വളരെ വ്യക്തമാണ്. ഇത്തരത്തിൽ വിദ്യാർത്ഥികൾ പലതവണയായി ഈ കള്ളംതോട് ഭാഗത്തുള്ള ഈ ഒരു കോളേജിൽ നിന്നുള്ള വിദ്യാർത്ഥികൾ പലതവണയായി ഇത്തരത്തിൽ ഈ ഗതാഗത നിയമം പാലിക്കാതെ ഇത്തരത്തിൽ വാഹനം ഓടിക്കുന്നത് പലതവണ ശ്രദ്ധയിൽപ്പെട്ടിട്ടുണ്ട് എന്നുള്ളത് എടുത്തു പറയേണ്ട ഒരു കാര്യം തന്നെയാണ്. കൂടാതെ ഈ വിദ്യാർത്ഥികൾ ഇത്തരത്തിൽ സഞ്ചരിക്കുന്ന ഈ ഒരു സമയത്ത് തന്നെ മോട്ടോർ വാഹന വകുപ്പിന്റെ ജീപ്പ് അതുവഴി കടന്നു പോകുന്നതും ഈ ദൃശ്യങ്ങളിൽ നിന്ന് തന്നെ നമുക്ക് വളരെ വ്യക്തമാണ്. കാളിദാസ്, തീർച്ചയായും അത്രയധികം ഒരു നിയമത്തെ നിസ്സാരവൽക്കരിക്കുന്ന ഒരു പ്രവൃത്തി തന്നെയാണ് വിദ്യാർത്ഥികളുടെ ഭാഗത്തു നിന്നും ഉണ്ടായിരിക്കുന്നത്. വിദ്യാർത്ഥികൾ കൂടിയാണ് ഈ ഇത്തരത്തിലുള്ള പ്രവൃത്തികൾ കാണിക്കുന്നത് എന്ന് കാണുമ്പോൾ തന്നെ ഏറെ സങ്കടകരമാണ്. കാരണം ഇനി വരാനിരിക്കുന്ന ഒരു തലമുറയുടെ ഭാഗത്തു നിന്നും ഇത്തരത്തിലുള്ള പ്രവൃത്തികൾ കാണുമ്പോൾ വലിയ സങ്കടം തന്നെയാണ്. അഭിന പി ചിറക്കലാണ് വിവരങ്ങൾ നൽകിയത്.